വിധികർത്താക്കളും രക്ഷിതാക്കളും അതിഥികളും വിശിഷ്ടാതിഥിയായി എത്തിയ ദിലീപും പ്രോഗ്രാം കണ്ട ലോകമെമ്പാടുമുള്ള ടോപ്പ് സിംഗർ പ്രേക്ഷകരും ഷോക്കായിപ്പോയ ഒരു പടിയിറക്കത്തിനും ഗ്രാൻഡ് ഫിനാലെ വേദി സാക്ഷ്യം വഹിച്ചിരുന്നു. ടോപ്പ് സിംഗറിന്റെ ഇതുവരെയുള്ള സീസണുകളിലെ ഫിനാലെയുടെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത് എന്നാണ് MG ശ്രീകുമാർ അഭിപ്രായപ്പെട്ടത്. ടോപ്പ് സിംഗർ സീസൺ 5ന്റെ സ്വന്തം അണ്ണനായ ജനപ്രിയ കുട്ടിപ്പാട്ട് താരം ദേവദർശിന്റെ സെമി ക്ലാസിക്കൽ റൗണ്ടിലെ പ്രകടനത്തിനിടയിലാണ് വേദി ഒന്നടങ്കം ഉൾക്കൊള്ളാനാവാതെ ധർമ്മസങ്കടത്തിലായ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ അരങ്ങേറിയത്. സിന്ദൂരം പെയ്തിറങ്ങി എന്ന ക്ലാസിക്കൽ ഗാനവുമായെത്തിയ ദേവദർശ് തുടക്കത്തിലെ ഹമ്മിങ്ങും പല്ലവിയും അസാധ്യമായി പാടിയെങ്കിലും തുടർന്നങ്ങോട്ട് ശബ്ദം ഇടറി മെന്റൽ ബ്ലോക്ക് സംഭവിച്ചതുപോലെ വരികൾ മറന്ന് പാടി മുഴുമിപ്പിക്കാൻ സാധിക്കാതെ പോയ നിർഭാഗ്യവുമായി വേദിയെ ഒന്നടങ്കം കണ്ണീരണിയിക്കുകയായിരുന്നു. ഗ്രാൻഡ് ഫിനാലെ വേദിയെ ഒന്നടങ്കം കണ്ണീരണിയിച്ച പടിയിറക്കത്തിന് പുറമെ ടോപ്പ് സിംഗർ വേദിയിലെ തൻ്റെ അനുഭവങ്ങളും ജഡ്ജസുമായുള്ള ഇഴയടുപ്പങ്ങളും പങ്കുവെച്ചുകൊണ്ടുള്ള ദേവദർശിൻ്റെ വികാരസാന്ദ്രമായ യാത്രപറച്ചിലും ഹൃദയസ്പർശിയായിരുന്നു. കഴിവുള്ളവനാണ്, ഇനി അങ്ങോട്ട് മറവിയൊക്കെ തരണം ചെയ്ത് ചെറിയ പ്രായത്തിൽ തന്നെ ദൈവാനുഗ്രഹവുമായി ലഭിച്ച കഴിവ് കാത്തുസൂക്ഷിച്ച് വളർത്തി വലുതാക്കി ഗംഭീര കലാകാരനായി മാറണമെന്നാണ് ജനപ്രിയ നായകൻ ദിലീപ് ദേവദർശിനെ അനുഗ്രഹിച്ചത്. ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കാതെ സ്വയം പാടി പരിശീലിച്ച് ടോപ്പ് സിംഗറിന്റെ ഗ്രാൻഡ് ഫിനാലെ വരെ എത്തിയ ദേവദർശ് ടോപ്പ് സിംഗർ സീസൺ 5ന്റെ ഭാവഗായകൻ എന്ന അംഗീകാരം കൂടി സ്വന്തമാക്കിയാണ് പാട്ടുവേദിയിൽ നിന്നും പടിയിറങ്ങിയത്.